ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. വീക്ക്ലി ടാസ്ക് റദ്ദായി പോയതുകൊണ്ട് ഇന്നൊരു ഇമ്മ്യൂണിറ്റി ടാസ്ക് ബിഗ് ബോസ് എല്ലാവർക്കും കൂടിയായിട്ട് കൊടുത്തു. അതായിരുന്നു ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ ഈ ഇരിപ്പിടങ്ങളിൽ ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ച് ഇരിക്കണം. ബൗൺസേഴ്സ് ഉണ്ട് കേട്ടോ. ബൗൺസേഴ്സ് ഒരാളുടെ നറുക്കെടുക്കും. ആ നറുക്കെടുക്കുന്ന ആൾ പോയിട്ട് എന്ത് ചെയ്യണം, നടുവിലിരിക്കുന്ന ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിരിക്കുന്ന ഈ ബോട്ടിൽ എടുത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരാളുടെ സീറ്റിന് മുമ്പിലെ പെഡസ്റ്റലിൽ വെക്കണം. എന്നിട്ട് ഇവർ ഗസ് ചെയ്യണം ആരാണ് ഇവരുടെ പെഡസ്റ്റലിൽ വെച്ചത് എന്നുള്ളത്. എങ്ങനെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന ഇവര് ഗസ് അടിക്കണം ആരാണ് പെഡസ്റ്റലിൽ വെച്ചതെന്നുള്ളത്. ഇങ്ങനെ ഈ രീതിയിൽ ഓരോരുത്തരായിട്ട് ഔട്ടായി പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് വരുന്ന 2 പേര് കണ്ണ് ചിമ്മാതിരുന്നുള്ള കളി കളിക്കണം. ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഒരു ഗെയിമിന് ആദ്യം ജിഷിനാണ് ഔട്ടായത്. പിന്നെ ഇത് കഴിഞ്ഞ് നെവിനും അനുമോളും ഔട്ടായി. അനീഷിനാണ് അത് കഴിഞ്ഞ് നറുക്ക് വീണത്. ഒരു ബൗൺസറാണ് അനീഷിന്റെ എടുത്തത്. അനീഷ് അത് കൊണ്ടുപോയിട്ട് അനുമോളുടെ തൊട്ടപ്പുറത്തെ പെഡസ്റ്റൽ, അതായത് അക്ബറിന്റെ പെഡസ്റ്റലിൽ വെക്കുന്നുണ്ട്. ഒന്നും മനസ്സിൽ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. അക്ബറിന്റെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്ന സാധനം അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വെച്ചതാണ്. അക്ബറാണ് ഗസ് ചെയ്യേണ്ടത് ഇനി ആരാണ് വെച്ചതെന്നുള്ളത്. അക്ബർ അനീഷ് ആണെന്ന് ഊഹിച്ചു പറഞ്ഞാൽ അനീഷ് പുറത്താണ്. ഇത് ഊഹിച്ചു പറയാൻ പറ്റിയില്ലെങ്കിൽ അക്ബർ തന്നെ ഔട്ടാവും. ഇതാണ് ഈ ഒരു ഗെയിം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതൊരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അക്ബറിന്റെ ഒനിയലിനെയും ഷാനവാസിനെയും അനീഷിനെയും ഒക്കെ സംശയം ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. എന്ത് ചോദ്യം ചോദിക്കാനാണ് ബിഗ് ബോസ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് അനീഷിനെ തന്നെ തെരഞ്ഞെടുത്ത് ഔട്ടാക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഷോക്കായി പോയി. എനിക്ക് ഞെട്ടിച്ചു കളഞ്ഞു ഈ ഒരു സെഗ്മെന്റ്. ഞാൻ ഓർത്തു അനീഷിനെ പിടിക്കത്തില്ലായിരിക്കും. അനീഷ് എപ്പോഴും ഇരിക്കുന്ന പോലെ മുഖം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് സ്ട്രെയിറ്റ് ഫേസോടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അനീഷിനെ പൊക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അക്ബർ കറക്റ്റായിട്ട് തന്നെ പൊക്കുന്നുണ്ട്. അങ്ങനെ അനീഷിനെ ഈ ഒരു ടാസ്കിൽ നിന്നും അക്ബർ പുറത്താക്കുന്നുണ്ട്. അനീഷിന് ഇനി ഇമ്മ്യൂണിറ്റി ലഭിക്കത്തില്ല. അനീഷ്, അനുമോള്, ജിഷിൻ, നെവിൻ ഇവരാണ് ഇപ്പൊ ഔട്ടായിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡിംഗ് വരുന്നത് വരെ ആരാണ് ഈ ഒരു ടാസ്ക് ജയിക്കുക എന്നറിയത്തില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.